അപ്പോൾ അതുകൊണ്ട് പിന്നെ സമരം ചെയ്യാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ടല്ലോ, അത് ചെയ്തോട്ടെ. സമരം ചെയ്ത് ഇത്രയും ദിവസമൊക്കെ സമരം ചെയ്യാക്കി ഇരിക്കുന്നവരല്ലേ, ഒന്ന് സമരമൊക്കെ ചെയ്തൊന്ന് ഉഷാറായി വരട്ടെന്ന്. 10,000 പേരുണ്ടായിരുന്നെങ്കിൽ ഒരു അത്യുജ്വല സമരമാണെന്ന് പറയാമായിരുന്നു. 10 പേർക്ക് ഒരു അത്യുജ്വല സമരമാണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. ഞാനത് അവരോടൊന്നും പോലീസിനോടോ ഒരു ഡയറക്ഷൻ കൊടുത്തില്ല. സമരം ചെയ്തൊക്കെ പഠിച്ച് വരട്ടെന്ന്, ഇങ്ങനെയൊക്കെയല്ലേ അവർ പഠിച്ച കാര്യങ്ങൾ വരാൻ പറ്റുള്ളൂ. കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു വാർത്താ സമ്മേളനത്തിന്റെ പേരിൽ ഏറ്റവും അധികം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട വ്യക്തിയാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവന SFIക്കെതിരെയാണ് എന്ന തരത്തിലായിരുന്നു പ്രചരിച്ച വാർത്ത. അതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത് അല്ലെങ്കിൽ അവതരിപ്പിക്കപ്പെട്ട രീതി എന്ന് പറയുന്നത് KSUവിനെതിരെ വിദ്യാഭ്യാസ മന്ത്രി നടത്തിയ ഒരു പരാമർശമാണ്. അത് SFIക്കെതിരെയാണെന്ന നിലയിൽ ആ പ്രസ്താവനയുടെ ഒരു ഭാഗം മാത്രം കട്ട് ചെയ്ത് അത് പ്രചരിപ്പിക്കുകയും ആ തരത്തിൽ SFI നടത്തുന്ന അല്ലെങ്കിൽ SFIയുടെ സമരാഹ്വാനത്തെ വിദ്യാഭ്യാസ മന്ത്രി പരിഹസിച്ചു, അപഹസിച്ചു തുടങ്ങിയിട്ടുള്ള വിശേഷണങ്ങൾ നൽകി ആ വാർത്ത പ്രചരിപ്പിക്കുകയും ചെയ്തത്. എന്തായാലും ആ വാർത്തയുടെ സത്യാവസ്ഥ എന്ന് പറയുന്നത് അത് ഇങ്ങനെയാണ്. അദ്ദേഹം പറഞ്ഞിരുന്നത്, ഞാൻ വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ ചില KSU നേതാക്കൾ വന്നിരുന്നു, അവർ എനിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചു, അവരുടെ സമരം കഴിയുന്നത് വരെ ഞാൻ അവിടെ നിന്നു. കുറെ നാളുകളായി സമരം ചെയ്യാതിരുന്ന ആളുകളല്ലേ, അവർ സമരം ചെയ്ത് ഉഷാറാവട്ടെ എന്നുള്ളതായിരുന്നു അദ്ദേഹം നടത്തിയ പ്രസ്താവന. അതാണ് SFIയുടെ സമരത്തിനെതിരെയാണ് മന്ത്രി നടത്തിയത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു വലിയ പ്രചാരണം തന്നെ നടത്തുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. എന്തായാലും അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കാം. ഞാൻ പറഞ്ഞല്ലോ, അതിന് കുറവ് വന്ന സീറ്റിൻ്റെ എണ്ണം പറഞ്ഞല്ലോ, വീണ്ടും ചോദിച്ചുകൊണ്ട് ഉത്തരം മാറില്ലല്ലോ. ഞാനൊരു കണക്ക് പറഞ്ഞല്ലോ, മന്ത്രി എന്നുള്ളതിന് നിയമസഭയിൽ പറഞ്ഞ കണക്ക് പറഞ്ഞല്ലോ. അതെന്താ നിങ്ങൾക്ക് വിശ്വസിക്കാൻ വയ്യാത്തത്? അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ തിരിച്ചുള്ള ഒരു കണക്ക് പറ. അപ്പോൾ അതിൽ ഇനി ആവശ്യമുള്ള സീറ്റുകളുടെ എണ്ണവും പറഞ്ഞല്ലോ. അത് വിദ്യാർത്ഥി സംഘടനയുമായിട്ട് ചർച്ച ചെയ്ത് ആ പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന് പറഞ്ഞാൽ പിന്നെ വീണ്ടും ഒരു ചർച്ചയും ചോദ്യത്തിന് എന്നിട്ട് വിദ്യാർത്ഥി സംഘടനയ്ക്ക് സമരം ചെയ്യാനുള്ള അവകാശമുണ്ട്, തൊഴിലാളി സംഘടനകൾക്ക് സമരം ചെയ്യാനുള്ള അവകാശമുണ്ട്. അവരുടെ സമരാവകാശത്തെ ഞാൻ നിഷേധിക്കുന്നില്ല. ഇന്നലെ എന്നെ KSUക്കാർ എന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കരിങ്കൊടി കാണിച്ചല്ലോ. അപ്പം ഞാൻ 10 മിനിറ്റോടെ നിന്നല്ലോ. അവർ പിന്നെ സമരം മുദ്രാവാക്യം വിളിച്ച് തളർന്ന് പോയതിന് ശേഷമാണല്ലോ ഞാൻ അവിടെ നിന്ന് പോയത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ സമരം ചെയ്യാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ടല്ലോ, അത് ചെയ്തോട്ടെ. സമരം ചെയ്ത് ഇത്രയും ദിവസമൊക്കെ സമരം ചെയ്യാക്കി ഇരിക്കുന്നവരല്ലേ, ഒന്ന് സമരമൊക്കെ ചെയ്തൊന്ന് ഉഷാറായി വരട്ടെന്ന്. പൊതുവിദ്യാഭ്യാസ മേഖല കുറ്റമറ്റതായി വളരെ നന്നായി തന്നെ ഇപ്പോൾ പോവുകയാണ്. അപ്പം അതുകൊണ്ട് ഒരു എന്താ ഒരു പ്രത്യേക ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. അതിൽ നിന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് പിന്മാറണം എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞു. നേരത്തെ പറഞ്ഞ പോലെ വിദ്യാർത്ഥി സംഘടന സമരത്തിൽ നിന്ന് പിന്മാറി നമുക്ക് ഒരു മേശയ്ക്ക് ചുറ്റും സംസാരിക്കണം. ഞാനും വിദ്യാർത്ഥി സംഘടന നേതാവായിരുന്ന ആളാണ്. അപ്പം അതുകൊണ്ട് വിദ്യാർത്ഥി സംഘടന നേതാക്കന്മാരുടെ ഒരു വികാരമൊക്കെ എനിക്ക് മനസ്സിലാവും. ഞാനും 2 പ്രാവശ്യം SFIയുടെ സംസ്ഥാന പ്രസിഡന്റും 1 പ്രാവശ്യം സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ആളാണ്. ഇതുപോലെ സമരവും അതുപോലെ പിന്നെ ചർച്ചയ്ക്കും സെക്രട്ടറിയുടെ തമ്മിലുള്ള നിരാഹാരത്തിനും ഒക്കെ തന്നെ ഒരുപാട് പോയിട്ടുള്ളതാണ്. അപ്പോൾ ഒരു വിദ്യാർത്ഥി സംഘടനയ്ക്ക് ഉണ്ടാകുന്ന ആവശ്യങ്ങൾ, അവരുടെ വികാരം എന്താണെന്ന് മനസ്സിലാവും. അതുകൊണ്ടാണല്ലോ ഞാൻ ഇന്നലെ പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് വാഹനമായിട്ട് ഇറങ്ങിയപ്പോൾ 10 വരെയുള്ളവർ. അപ്പോൾ ഒരു പത്രക്കാരൻ ചോദിച്ചു ഈ അത്യുജ്വല സമരത്തെ സംബന്ധിച്ചുള്ള എന്താ പറയാനുള്ളത്? 10,000 പേരുണ്ടായിരുന്നെങ്കിൽ ഒരു അത്യുജ്വല സമരമാണെന്ന് പറയാമായിരുന്നു. 10 പേർക്ക് ഒരു അത്യുജ്വല സമരമാണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. ഞാനത് അവരോടൊന്നും പോലീസിനോടോ ഒരു ഡയറക്ഷൻ കൊടുത്തില്ല. അവരെല്ലാം KSUവിൻ്റെ ജില്ലാ ഭാരവാഹികളും ഒക്കെ അല്ലേ സമരം ചെയ്തൊക്കെ പഠിച്ച് വരട്ടെന്ന്, ഇങ്ങനെയൊക്കെയല്ലേ അവർ പഠിച്ച കാര്യങ്ങൾ വരാൻ പറ്റുള്ളൂ. അതിപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതിപ്പോൾ SFIക്കാർ എല്ലാ കാര്യങ്ങളും ഇവനെ മനസ്സിലാക്കണമെന്നില്ലല്ലോ. നമുക്ക് നാളെ വരെ മനസ്സിലാക്കിക്കും. അല്ല, അവരെന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത് അറിയില്ല. അവർ തെറ്റായി മനസ്സിലാക്കിയിരിക്കുന്നുണ്ടായിരിക്കും അവർ സമരം ചെയ്യുന്നത്. അതിനുശേഷം SFIയെ കുറിച്ചുള്ള പ്രതികരണങ്ങളും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി. എന്താ അദ്ദേഹം പറഞ്ഞത്? SFIക്ക് എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെട്ടിട്ടില്ല, മറിച്ച് അതിലെന്താണ് അവർക്ക് ധാരണ പിശകുള്ളത് അത് അവർ കൃത്യമായ രീതിയിൽ
ധരിപ്പിക്കാം എന്നുള്ള നിലയിൽ ഒരു പ്രസ്താവന കൂടി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും അദ്ദേഹം SFIക്കെതിരെ അല്ലെങ്കിൽ SFIയെ കുറിച്ച് പറഞ്ഞ കാര്യവും KSUവിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളും ഇത് രണ്ടും രണ്ടായിട്ട് തന്നെ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇതിനെ രണ്ടിനെയും ഒരുമിപ്പിച്ചുകൊണ്ട് മന്ത്രി ഇത്തരത്തിൽ SFIക്കെതിരെയാണ് ആ ഒരു പ്രസ്താവന നടത്തിയത് എന്ന നിലയിൽ വ്യാജ പ്രചരണം നടത്തിയിരിക്കുന്നത്. അതിന്റെ സത്യാവസ്ഥയാണ് ഇപ്പോൾ ബോധ്യപ്പെടുത്തുന്നത്.